ആൾക്കാർ കൈയടിക്കുണ്ടായി. നമുക്കൊരു സ്റ്റൈലിഷ് മൂവി ഇതാണ് ഹൈലൈറ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് തൊട്ട് എൻഡിങ് ഒരു മമ്മൂക്ക കണ്ടിരിക്കുക, മമ്മൂക്കയുടെ ഒരു വേ ഓഫ് ആക്ടിങ് അതാണ് ഹൈലൈറ്റ്. അത് മേക്ക് ചെയ്തേക്കുന്നതൊക്കെ അടിപൊളിയായിട്ടാണ്. പുതുമുഖ സംവിധായം എന്നുള്ള ഒരു പടത്തിൽ വളരെ എക്സ്പീരിയൻസ് ഡയറക്ടറെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എഡിറ്റിംഗ് ആണെങ്കിലും ബീജിയം ആണെങ്കിലും പടത്തിൽ എൻഡിങ് ഒരു പിടിച്ചിരുത്തുന്നുണ്ട്. പിന്നെ സ്റ്റണ്ട് കൊറിയോഗ്രാഫൊക്കെ അടിപൊളി. നമുക്കത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, അത് നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഏജിൽ തകർത്ത് ചെയ്തേക്കുന്ന കുറേ ക്യാരക്ടറുകൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത്ഭുതപ്പെടുത്താനില്ല. എന്നാൽ ഇതിൻ്റെ പടത്തിൻ്റെ എൻഡിങ് സ്റ്റേജിൽ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനോട് മാറും. പിന്നെ ക്യാമറകളുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതിനൊരു അല്ല 2.5 മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു മൂവിയാണ്. ലാഗായിട്ട് തോന്നിയോ? ചെറിയ ലാഗുണ്ട്. മൂവിയാകുമ്പോൾ ചെറിയ ലാഗില്ല. പക്ഷെ അത് ലാഗ് നമുക്ക് വരുന്ന സീനുകളിലൊന്നും നമുക്കത് ഫീൽ ചെയ്തേയില്ല. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഡയലോഗ് ഡെലിവറി ആയിരിക്കാം, ആക്ഷൻ സീക്വൻസ് ആയിരിക്കും. പക്ഷെ അതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തന്നെയാണ് പടത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓറെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പടത്തിൽ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആക്ഷൻ രംഗങ്ങൾ അതേ പറഞ്ഞല്ലോ, സ്റ്റണ്ട് കൊറിയോഗ്രാഫി നമുക്ക് അഴിഞ്ഞാടിയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. വളരെ ഫ്ലെക്സിബിളായിട്ട് തന്നെയാണ് സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. അതിൽ ക്യാമറ വർക്കാണെങ്കിലും അടിപൊളിയായിട്ടാണ് അതിൻ്റെ സീക്വൻസുകൾ എടുത്ത് പോകുന്നത്. മൊത്തത്തിൽ എത്ര? മൊത്തത്തിലൊരു 5-4 അടുത്ത് കൊടുക്കും. മോശം പടം. ഒരു പറയത്തക്ക കഥ പോലും എഴുതിയില്ല. മമ്മൂട്ടി ഒരു എന്താ പറയുക, എടുത്തു പറയത്തക്ക പിന്നെ ഒരു അഭിനയ മുഹൂർത്തങ്ങളും ഒരു കോമാളി ലുക്കിലുള്ള അഭിനയം. കുറെ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഒരു കുന്തമില്ല പടത്തിൽ. വെറുതെ നമ്മുടെ സമയം പൈസ പോയാലും കുഴപ്പമില്ല. സമയം എന്തിനാണ്? അല്ല 2.5 മണിക്കൂർ ദൈർഘ്യം ലാഗിങ് ആയിട്ട് തോന്നി. ഫുൾ ലാഗാണ്, ലാഗോട് ലാഗ്. ഹിറ്റ് അടിക്കില്ല എന്നാണ്. ബസ്സൊക്കെ വീണു, ഈ ഒരാഴ്ച കൊണ്ട് വീണു. വെറുതെ നമുക്ക് എന്തിനാണ് അഭിനയിച്ചത് എനിക്ക് മനസ്സിലായില്ല. കുറെ കോമാളികളും വെച്ചിട്ട് അഭിനയിച്ചു. ഗെയിം കളിക്കുന്ന പിള്ളേർക്ക് പോയി കാണാം. ബസൂക്ക ഒരു ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഷോ. എന്തുകൊണ്ട് കാണാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മമ്മൂട്ടിയുടെ സ്വാഗ്, ടോപ്പ് ടു ബോട്ടം സ്റ്റൈലാണ്, അടിപൊളി സ്വാഗാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിനകത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള നൈസായി. ഓവറോൾ മൂവി നോക്കുകയാണെങ്കിൽ ഒരു ത്രില്ലറാണ്. ഒരു ഗെയിമിംഗ്, ഒരു ഗെയിമർ പ്ലാറ്റ്ഫോമുകളായി കാണുന്ന രീതിയിൽ കുറച്ചുകൂടി ആനിമേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഒരു ഗെയിമിംഗ് എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് മൂവിയുടെ ഫീൽ ചെയ്തത്. ദേശമുണ്ട് ആക്ഷൻസിനുള്ള ബീജം അത്യാവശ്യം നന്നായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ആവറേജ് മൂവിനെ ഒരു ആവറേജ് ആക്കാൻ ബീജം ഉപയോഗിച്ച് ഫിലിമിന്റെ ലെങ്ത് 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ ലാഗായിട്ട് തോന്നിയോ? കുറച്ചിടയ്ക്ക് ടൈം എടുക്കുന്നുണ്ട്, നമുക്ക് കാശ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ചെറിയ ക്യാമ്പ് ഒക്കെ ഉണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഷോ. മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവർക്ക് അല്ല മമ്മൂട്ടിയുടെ സ്റ്റൈൽ 79 വയസ്സിൽ സ്റ്റൈല് അത് ക്ലൈമാക്സ് സംബന്ധിച്ചാൽ മമ്മൂട്ടിയുടെ വ്യത്യസ്ത കിട്ടുമ്പോൾ ഒരു സ്പോയിലേഴ്സ് ആണ് പറയുന്നത്. എല്ലാ കുട്ടികൾ പോയി അല്ല മമ്മൂട്ടി 79 വയസ്സിൽ പിന്നെ സ്വാഗ് ആ ഒരു സ്റ്റൈലിൽ വരുമ്പോൾ സ്ലോ മോഷൻ വരുമ്പോൾ ദേശം കുറേ സ്ലോ മോഷൻസൊക്കെ ഉണ്ട്. മമ്മൂട്ടിയുടെ ഔട്ട് ആൻഡ് ഔട്ട് സ്വാഗ് അതാണ് ഈ പടത്തിൽ എന്തുകൊണ്ട് ടിക്കറ്റ് ഉപയോഗിച്ചത്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കറിയ വെറൈറ്റി സ്റ്റൈലും ഇതൊക്കെ അതാണ് മാസമായത്. കിടക്കാഴ്ചയത് അതാണ്. ഫൈറ്റിങ്ങൊന്നും പറയാനും വില്ലന്തില്ല. ഞാൻ പോലെ വൈബില്ലാണ്ടാവുന്നില്ല ചേച്ചി. ഞാൻ രാവിലെ ട്രെയിനായിട്ട് വന്നതാണ്. പക്ഷെ വൈബില്ല. സ്റ്റൈല് നമുക്കറിയാം. സ്റ്റോറി ഒരു കോമഡി പോലെയാണ്. ഒരു ഗെയിമിൻ്റെ ഒക്കെ കഥയാണ്. ലാസ്റ്റ് മുപ്പറാനും വില്ലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്രാവശ്യം വിഷുവിന് എന്തായാലും കയറും. ലോകമില്ല, പക്കറ്റ് കയറും. സന്തോഷമായോ സിനിമയിലൊക്കെ അഭിനയിച്ചോ? വിചാരിച്ചില്ല. നല്ലതാണ്. ദേശീയമില്ല, ഒന്നുമില്ല. ആ ടീമിന് നന്ദി പറയുന്നു. രണ്ടാശയും കളയാതെ അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്നതല്ലേ? അവർ നന്ദി പറയും. ആൾക്കാരോടെല്ലാം പക്ഷേ ചേട്ടനുണ്ടെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോൾ പെട്ടെന്നൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ലാഗും തോന്നിയില്ല, നല്ല പടം തോന്നുന്നു. ആൾക്കാർ കൈയടിക്കുണ്ടായിരുന്നു, ശരിക്കുണ്ടായിരുന്നു. അതൊന്നും പോയാൽ